ഞാൻ ജനിച്ചപ്പോഴൊരു ജിമ്മനായിരുന്നു. ആക്സിഡൻ്റൽ ആക്ടറല്ല ഞാൻ കമൽ സാറിൻ്റെ ഓഫീസിൽ വന്ന് ആ പടത്തിന് വന്ന് ഇരുന്നിട്ട് പുള്ളി 1 അവറിൻ്റെ മുകളിൽ പടത്തിൻ്റെ കഥയും പറഞ്ഞ് പറഞ്ഞില്ല. നമസ്കാരം. ഔർ TV 24/7 ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റിയാസ് ഖാനാണ്. നമസ്കാരം. നമസ്കാരം. റിയാസ് ഖാൻ 360ഓളം സിനിമകളിലാണ് ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നത്. അത് ശരിയാണോ? എൻ്റെ കണക്ക് എനിക്ക് തെറ്റിപ്പോയി. 300 കഴിഞ്ഞ് പിന്നെ എണ്ണം വെച്ചിട്ടില്ല. അതെ, 300 കഴിഞ്ഞിട്ട് പിന്നെ എണ്ണം വെച്ചില്ല, അത് മിസ്സായിപ്പോയി. കുറേ കാലം എൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു, അതിൽ 300 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 60 തുടം ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കണക്കിലാണ്. ഓക്കെ. മറ്റേ എല്ലാ ഭാഷയിലും കേട്ടോ, തെലുഗു, ഹിന്ദി, കന്നഡ, മലയാളം, വേറൊരു ഭാഷയും കൂടി ഉണ്ട്. ഏതാണെന്ന് അറിയോ? ഇല്ല. ജാപ്പനീസിൽ ചെയ്തു. ജാപ്പനീസ് ഉണ്ട്. ഏത് സിനിമയാണ്? രജനീകാന്തിൻ്റെ മുത്തുണ്ട്. അതിൻ്റെ മുത്തുവിൻ്റെ ജാപ്പനീസ് വെർഷനിൽ രജനീകാന്ത് ചെയ്തത് അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ജപ്പാനിലൊരു നടനാണ്. അതിൻ്റെ ശരത് ബാബു ചെയ്ത് ഇന്ത്യയിലും ഞാൻ തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ദുബൈയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം? അബുദാബി ഇങ്ങനെ വന്ന് പോയിട്ടുണ്ട്. ഐ മീൻ റെഗുലർ വിസിറ്റ് അല്ല ഞാൻ യൂഷ്വലി അബുദാബിയിൽ. യൂഷ്വലി മെയിൻ ഇവന്റ് നടക്കുന്നതൊക്കെ ദുബൈയിലാണ്. അപ്പോൾ ദുബൈ ആയിട്ടാണെങ്കിൽ പല വർഷം കണക്ഷൻ. നസീർ ഭായ് വിളിച്ചിട്ടാണ് ഞാൻ നസീർ പെരുമ്പാവൂർ. ഓക്കെ, അപ്പോൾ നമുക്ക് നസീർ പെരുമ്പാവൂരിനെ കൂടെ ഇവിടെ ഇരുത്തണം പ്ലീസ്. തീർച്ചയായിട്ടും. അബുദാബിക്കാരെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തലുടെ ഒരു ആവശ്യവുമില്ലാത്ത ഒരാളാണ് നസീർ പെരുമ്പാവൂർ. അപ്പം നസീർ ഖാൻ, എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞു നേരത്തെ ഉണ്ട്. കണക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഔർ ടിവിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും, വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ റിയാസ് ഭായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് റിയാസ് ഭായിയുടെ ബന്ധം അടുത്താണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പണ്ട് നമ്മുടെ മദ്രാസിലാണ് വർക്ക് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ കൂടുതൽ അത് വർക്ക് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി താമസിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹോട്ടലിലൊക്കെ എപ്പോഴും റെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ മുതലാവില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ അവിടെ ഒരു ഫ്ലാറ്റ് എടുക്കാൻ വേണ്ടി പോയി. അവിടെ വിജയശാന്തി അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് വടപളനിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ ആ ഫ്ലാറ്റിലാണ് റിയാസ് ഭായി ഫാമിലി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് ചേർന്നിട്ടുള്ള ഫ്ലാറ്റിലാണ് ഞാനും താമസിക്കുന്നത്. അപ്പൊ അവിടുന്നാണ് ഡെയിലി രാവിലെയൊക്കെ നടക്കാൻ പോകുമ്പോഴും പുള്ളി ജിമ്മിന് പോണ സമയത്തൊക്കെ അന്നും ആള് ജിമ്മാണ്. ഞാൻ ജനിച്ചപ്പോഴൊരു ജിമ്മനായിരുന്നു. അന്ന് ആ ഒരു ബന്ധങ്ങളാണ്. പിന്നെ ഞാനും ഇങ്ങനെ ഫിലിമായിട്ട് വന്നാന്ന് മനസ്സിലായി. അപ്പൊ സംസാരിക്കും, പിന്നെ മിക്ക ദിവസങ്ങൾ കാണും, നമ്മൾ പുറത്തൊക്കെ പോകും. ആ ബന്ധം ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഗൾഫിൽ വന്നാൽ പിന്നെ നമുക്ക് അതിനൊരു സാഹചര്യം വന്നപ്പോൾ ഈ അടുത്തിടക്കാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പൊ 3-4 പരിപാടികളിൽ എനിക്ക് ജോയിൻ ചെയ്യിക്കാൻ കഴിഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഒരു ജീവിതത്തിൽ സന്തോഷമായിട്ട് കാണാണ്. ആ ബന്ധം അന്ന് മുതലുള്ളത് ഇത് ഈ സമയം വരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഒരു ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ്. അതല്ല, ഞാനിപ്പോ അബുദാബിയിൽ ഇപ്പൊ ഇനിയിപ്പോ എന്ത് വന്നാൽ ഞാൻ പുള്ളിനെ ഉടനെ വിളിക്കണം. അപ്പൊ അബുദാബി എന്തെങ്കിലും ഈ നസർക്ക് ഞാനങ്ങ് വരണ്ട്, ഇത് നോക്കിക്കോളോ. ഇതെന്നല്ല, എന്ത് കാര്യം വന്നാലും ഞാൻ പുള്ളിനെ വിളിച്ച് ഏൽപ്പിക്കും. വാപ്പയൊക്കെ മരിച്ചു പോയിട്ട് വീണ്ടും ഞാൻ ജീവിതം തുടങ്ങി. അങ്ങനെ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെയാണ് എനിക്ക് പരിചയം. ഇപ്പം റിയാസ് ഖാനെ കാണുന്ന തന്നെ ഒരു ജിം ബോഡി ബിൽഡറാണ്. എപ്പോൾ നോക്കിയാലും വളരെ സുമുഖനായി ചെറുപ്പക്കാരനായി നിൽക്കുന്നു. ഈ ജിമ്മ് താങ്കളുടെ ജീവിതത്തിൽ എത്ര വർഷമുണ്ട്? ഞാൻ ചെറുപ്പത്തിലെ ആക്സിഡൻ്റൽ ആക്ടറല്ല. ഞാൻ അറിയാതെ ഭർത്തി വന്നു, അങ്ങനെയല്ല. പ്രൊഫഷൻ ആക്ടർ ആകണമെന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒരു 13 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ആക്ടറാകണം, ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആക്ടറായാൽ എൻ്റെ തോട്ട് ഇപ്പോൾ വിചാരിക്കുന്നത് 2025 ആൾക്കാർ വിചാരിക്കുന്നത്, പുതിയ പിള്ളേർ വിചാരിക്കുന്നത് ഞാൻ അപ്പോൾ വിചാരിച്ചാണ്. ഓക്കെ. അതായത് ആക്ടറായാൽ യു ഷുഡ് റൺ, എസ്പെഷ്യലി ഇന്ത്യൻ ആക്ടർ, സൗത്ത് ഇന്ത്യൻ ആക്ടർ ആയാൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, ജോലി ആയിരിക്കണം. അതിന് നമുക്കൊരു ഹെൽത്തി ബോഡി വേണം, ഫിസിക് വേണം. ഐ മീൻ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബോഡി ബിൽഡിങ്ങോ മസ്കുലറിൻ്റെ കാര്യമില്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം വേണം. അത് അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ കാലത്താണ് നമ്മളുടെ സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെ റാംബോ വന്നത്, റാംബോ റോക്കിയൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പയർ കാണില്ലേ, എല്ലാവർക്കും ഇൻസ്പിറേഷൻ കാണും, ഇന്ന ആളെ ഒരു മോട്ടിവേഷൻ എല്ലാവർക്കും കാണും. അപ്പോൾ എനിക്ക് ഇൻസ്പിറേഷൻ ആയത്, മോട്ടിവേഷൻ ചെയ്ത് സിൽവസ്റ്റർ സ്റ്റാലോണാണ്. അപ്പോൾ ഇങ്ങനൊരു നടനാവണം ഞാൻ, ഇങ്ങനൊരു ഒരാളാവണം ഞാൻ, ഒരു യുണീക്ക് ആവണം ഞാൻ എന്നാണ്. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ബോഡിയുള്ള ആൾക്കാർക്ക് വലിയ ഇത് കിട്ടില്ല. വെച്ചാൽ നോർമൽ ആ ഒരു
ഒരു ഫാഷനിലേക്കോ ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, നേരെ പറയും ബോഡി ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ അറിയില്ലെന്ന് പറയും. അങ്ങനൊരു സംഭവം ഇല്ല. അഭിനയം വേറെ, ഇത് വേറെ. നമ്മൾ ഓരോ ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ മാറണം. അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഫിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ലോങ് റണ്ണായിരിക്കണം. അപ്പോൾ അതായിരുന്നു ബേസ്. പിന്നെ അതിൽ കൂടെ ഇങ്ങനെ പോകുന്നു. ആദ്യം അഭിനയിച്ചത് ഏത് സിനിമയായിരുന്നു? തെലുങ്ക് ഫിലിം. തെലുങ്കിലൂടെയാണ് വന്നത്. തെലുങ്ക് ഫിലിം. കോടി രാമകൃഷ്ണ എന്ന് പറഞ്ഞ വലിയൊരു ഡയറക്ടറുണ്ട്. പുള്ളി അദ്ദേഹം ഇല്ല, പോയി. അതേപോലെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, എസ് ഗോപാൽ റെഡ്ഡി. ടോപ്പ് പ്രൊഡ്യൂസറാണ് എസ് ഗോപാൽ റെഡ്ഡി. അങ്ങനെ തെലുങ്ക് പടമാണ് ഫസ്റ്റ് അഭിനയിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ, തെലുങ്ക് പടം കഴിയാറായപ്പോൾ തന്നെ ഇതെല്ലാം നസീർക്ക പറയുന്ന പോലെ സിനിമ മുഴുവനും ഈസ് ഇൻ ചെന്നൈ ആയിരുന്നു. ദ ഹോൾ സിനിമ ഇൻഡസ്ട്രി ഈസ് ഇൻ ചെന്നൈ. ഇപ്പോഴും ചെന്നൈ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് പിരിഞ്ഞ് പോയി എല്ലായിടത്തും ആക്സസിബിൾ ആയിപ്പോയി. അപ്പോൾ ഇത് മൊത്തം ചെന്നൈയിൽ തന്നെയാണ്. അപ്പോൾ ഒരു പടം കഴിഞ്ഞ് വേറെ ആയപ്പോഴത്തേക്കും അപ്പുറത്ത് മഹാലിംഗപുരത്ത് ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ ഒരു ഗ്യാങ് ഇരുന്ന് അടുത്ത പടത്തിന് വർക്ക് ചെയ്യാണ്. അത് ഒരു മലയാള ഫിലിമായിരുന്നു, ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സുഖം സുഖകരം. ശരി. ഓക്കെ, ആ ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റ്സിൽ എല്ലാവരും ഉണ്ട്, റഹ്മാൻ മുതൽ എല്ലാവരും അവിടെ താമസിക്കും. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഓഡിഷൻ നടക്കണം. ഓഡിഷനിൽ ഞാൻ ഒന്ന് തല കാണിച്ചു, അതിൽ സെലക്റ്റായി. ഓക്കെ, അതിൽ സെലക്ട് ഈ പടം ചെയ്ത് ഇങ്ങനെ വേറൊരു ഓഡിഷൻ ഇപ്പുറത്ത് നടപ്പുണ്ട്, പ്രതാപോത്തൻ സാറിൻ്റെ തമിഴ്. ഓക്കെ, ആത്മ. ഹരിപോത്തൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രതാപോത്തൻ സാർ ഡയറക്റ്റ് ചെയ്യുന്നു. ഐ തിങ്ക് ഹരിപോത്തൻ സാറിൻ്റെ ലാസ്റ്റ് ഫിലിം അതായിരുന്നു. അപ്പോൾ ഒരു വർഷത്തെ ഞാൻ ഈ 3 ലാംഗ്വേജ് ചെയ്തു. ഓക്കെ, അങ്ങനെ എൻ്റർ ചെയ്ത ഒരാളാണ് ഞാൻ. ഗ്രേറ്റ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഓരോ സിനിമകൾ അഭിനയിക്കുമ്പോഴും ഇപ്പം എക്സ്പെഷ്യലി ലാലേട്ടനോട്ട് അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഞാൻ സാറുടെ മടി ഇരുന്ന് വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ സാധാരണ ബന്ധമൊന്നുമല്ല. സോ അങ്ങനെ വളർന്നൊരു പയ്യനാണ് ഞാൻ. സോ അങ്ങനെ വളർന്നൊരു ഞാൻ സാറിൻ്റെ കൂടെ ഒപ്പം അഭിനയിക്കുക, 8-9 പടം ചേർന്ന് അഭിനയിക്കുക, എല്ലാ പടവും അഭിനയിച്ചതൊക്കെ ഹിറ്റാവുക. സാറ് എൻ്റെ തോളിൽ കൈയിട്ട് എന്നൊരു, നമുക്കൊരിക്കലും സാറിൻ്റെ കൂട്ടുകാരനാൻ പറ്റില്ല, സാറിനാവാം നമ്മുടെ കൂട്ടുകാരൻ. അങ്ങനെ പോകുന്നത് ഇറ്റ്സ് എൻ്റെ ഒരു അംബീഷനാണ്, ഇന്ന സ്ഥലത്തേക്ക് ഞാൻ പോയി എത്തണമെന്ന്. ആ യാത്രയുടെ ഒരു ഭാഗമാണ്. അത് വണ്ടർഫുൾ ജേർണിയാണത്. ലാലേട്ടന് എഗൻസ്റ്റ് ആയിട്ട് വില്ലനായിട്ട് വന്നപ്പോൾ എന്തായിരുന്നു ഫീലിങ്സ്? എൻ്റെ അനുവാദമില്ലാതെ ഈ മണ്ണിൽ ഇനി നീ കാലുകുത്തിയ നീ അറിയും ഈ ഭദ്രൻ ആരാണ്. ബാലേട്ടൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ തമിഴ് ഒരു 70 പടം കഴിഞ്ഞു കേട്ടോ. AR മുരുകദാസിൻ്റെ വിജയകാന്ത് സാർ ഞാൻ അഭിനയിച്ച രമണ എന്ന് പറഞ്ഞ പടം ഭയങ്കര സൂപ്പർ ഹിറ്റ് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് ബാലേട്ടനിലേക്ക്. അപ്പോൾ ഒരിക്കലും എനിക്ക് ലാൽ സാറിന് വില്ലനാകാൻ എനിക്കിഷ്ടമല്ല പേഴ്സണലി. ബേസായിട്ട് ഞാൻ ഹീറോ ആകാൻ വന്നതാണ്. ഓക്കെ, ഹീറോ ആകാൻ വന്നതാണ്. അന്ന് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഹീറോസ് ഇല്ല. അപ്പോൾ ആ കാലഘട്ടമല്ല, ഇപ്പോഴാണ് ആ കാലഘട്ടം വന്നിരിക്കുന്നത്. ഞാനതാ പറഞ്ഞു, ഞാൻ അഹെഡ് ആയിരുന്നു, വേ ഹെഡ് ഓഫ് ദാറ്റ് ആയിരുന്നു. അപ്പോൾ ആക്ടിങ് പ്രൂഫ് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്യും. ഞാൻ നടനാണ്, ഐ ക്യാൻ പ്രൂവ് ദാറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നല്ലെങ്കിൽ ഹീറോ ആകാം അല്ലെങ്കിൽ വില്ലനാകാം. ഈ 2 സാധനമേ ഉള്ളൂ, നടുക്ക് നിൽക്കരുതെന്ന് ഞാൻ ഇതാക്കി. അപ്പോൾ ഇതിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് പെർഫോം ചെയ്തപ്പോൾ അത് ചെയ്ത പടങ്ങളൊക്കെ ഹിറ്റായപ്പോഴത്തേക്കും നമ്മൾ പൊതുവേ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ത്യൻ സിനിമയാണ്. ഞാൻ ഈ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ വ്യത്യാസമുണ്ട്. നമ്മുടെ നോർത്തിലുള്ള സിനിമകളും നമ്മുടെ സിനിമ വ്യത്യാസമുണ്ട്. നമ്മൾ കുറേ സിനിമകൾ നമ്മൾ അടുപ്പിച്ച് ചെയ്യുന്നവരാണ് നമ്മൾ. ഒരിക്കലും നമ്മൾ ഹോളിവുഡ് പോലെ ഒരു ആക്ടർ മേ ബി 10 പടമോ 15 പടമൊക്കെ ചെയ്യുള്ളൂ അല്ല ലൈഫിൽ ഏറ്റവും വലിയ സ്റ്റാർ പോലും. ഞാൻ 35 വർഷത്തിൽ ഒരു വർഷം 10 പടം ചെയ്യണം, ഞാൻ 350 പടം ചെയ്യണമെങ്കിൽ. ഇതിന് 4 വർഷം പടവില്ല, കോവിഡാണ്. അതെ അതെ അതെ. അപ്പോൾ യു ആർ അറ്റ് വർക്ക് ഓൾ ദ ടൈം. അപ്പോൾ ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞു, അമ്മ ഈ പടം കിട്ടി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ചെയ്യണോ? അപ്പോൾ അമ്മ പറഞ്ഞു ഒരു അടി വരും, പോയി പടം ലാൽ സാറോടെ പടം കിട്ടി ചെയ്യും. അങ്ങനെയല്ല, ഞാൻ വില്ലനായിട്ട് എനിക്ക് ഇഷ്ടമല്ല മോഹൻലാലിനോട്. വെച്ചാൽ ചെറുപ്പം പോലെ കണ്ടു വളർന്ന ആളാണ്, മടി. അതുപോലെ സൂപ്പർ വില്ലനായിരുന്നു അത്. അതിൽ ലാലേട്ടനെ തന്നെ എന്താണ് പിടിച്ചു കുലുക്കുന്നൊരു വില്ലൻ. മിടുക്കി, അപ്പൊ അനുസരിക്കാനും അറിയാം. നാളെ നേരം പുലരുമ്പോ ഞാനിവിടെ ഉണ്ടാകും, നിന്നെ കൊണ്ടുപോയി. ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാണ്. ആ ഭദ്രനാണ് ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പടം റിലീസായി കഴിഞ്ഞു. റിലീസായി അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ അമ്മയുടെ മുറിയിലിരിക്കുകയായിരുന്നു. അമ്മയുടെ മുറിയിൽ ഇരിക്കിയിട്ട്
അപ്പോൾ അമ്മ പറഞ്ഞു മോൻ വിളിച്ചോ എന്ന് വെച്ചു എന്നോട്. ഞാൻ വിളിച്ചില്ല അമ്മയെന്ന് പറഞ്ഞു. മോൻ വിളിച്ച് ഒന്ന് സംസാരിക്കുക, താങ്ക് യു പറ സാറോട്. കാലത്ത് ഡയറക്ടറൊക്കെ വിളിച്ചു, സാറെ വിളിച്ചില്ല. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചു. സാറെ വിളിച്ചപ്പോൾ ഒരു 7:30 മണിയുണ്ടെന്നോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാർ ഇങ്ങോട്ട് പറഞ്ഞാണ്, ഇത് മോൻ്റെ പടമാണ്, ഇത് റിയാസിൻ്റെ പടമാണ്, അങ്ങനെ വെച്ചാൽ മതി, എന്നെ അങ്ങോട്ട് കയറിക്കോളൂ. സത്യമായില്ല, സത്യം. ഭയങ്കര, അതായത് കണ്ണിങ് ആയിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ലീഡിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് രജനികാന്ത്. ആ രജനികാന്തിനോടൊപ്പമുള്ള അനുഭവം എങ്ങനെയായിരുന്നു? രജനികാന്തിന് മുമ്പ് രജനികാന്ത് പടം കിട്ടാൻ കാരണം കമൽഹാസൻ സാറാണ്. കമൽഹാസൻ സാറോടെ പടം ചെയ്തിട്ടാണ് രജനി സാർ വരുന്നത്. വെച്ചാൽ കമൽഹാസൻ സാറോടെ പടം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സാർ ഇവിടെ പറയും, ഇന്ന ആൾ മിടുക്കനാണ്, സമർത്ഥനുള്ള ആളാണ്, പുള്ളിക്ക് ഉണ്ട്, സംഭവം ഉണ്ടെന്ന് കമൽ സാർ ഇവിടെ പറയും. ഓ, അത് ശരി. ഓക്കെ, അവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര റിലേഷൻഷിപ്പാണ് കമൽ സാർ രജനി സാറുടെ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ആദ്യം കമൽ സാറാണ്. ഓക്കെ, അപ്പോൾ കമൽ സാറുടെ ഡയറക്ടറും സുരേഷ് കൃഷ്ണയാണ്. ബാബായുടെ ഈ രജനി സാറിൻ്റെ പടത്തിൻ്റെ ഡയറക്ടറും സുരേഷ് കൃഷ്ണയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി രജനി സാർ വന്ന ഫസ്റ്റ് ഡേ പറഞ്ഞു, കമൽ എങ്ങോട്ട് നിറയെ സ്പേസ് സ്വണ്ടായിരുന്നു പറഞ്ഞു, സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൂടെ അഭിനയിക്കുന്നതല്ല, ഇവരെങ്ങനെ ഇത്രയും വലിയ ആൾക്കാരാണ്, ഇവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, ഇവരെങ്ങനെ ഇവരുടെ ലൈഫ് ഒരു ഡിസിപ്ലിനായിട്ട് വെച്ചിരിക്കുന്നത്, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഇറ്റ്സ് നോട്ട് നമുക്ക് എത്രമാത്രം സ്പേസ് ഇവർ പെർഫോം ചെയ്യാൻ അവർ വിട്ടു തരുന്നു വെച്ചാൽ അതൊക്കെ ആലോചിക്കണം. ഇന്ന പെർഫോമൻസ് ഞാൻ ചെയ്താലേ ഉള്ളൂ. നമ്മൾ അഭിനയിക്കാൻ വരുമ്പോൾ പിന്നെ നമ്മൾ ക്യാരക്ടറായിട്ട് മാറുകയാണ്. നമ്മൾ രജനി സാറോ ഇല്ല മമ്മൂട്ടി സാറോ ഇല്ല ഷാറുഖ് ഖാനോ അമീർ ഖാൻ സാറോ എന്നല്ല നോക്കുന്നത്, ആ ക്യാരക്ടറും ഈ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്യാരക്ടർ എന്താണോ ചെയ്യാനുള്ളത് ഉള്ള സാധനമാണ് നമ്മൾ അവിടെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇന്ന എന്റെ കൂടെ ബി അഭിനയിക്കുന്നോ സീൻ്റെ കൂടെ എ അഭിനയിക്കുന്നോ എന്നല്ല, അതല്ല അവിടെ, അതല്ല. സോ അത് അവരങ്ങനെ അത് ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് പുതിയ പുതിയ ആൾക്കാർ അവരുടെ ലൈഫിൽ, അതായത് സിനിമയിൽ കടന്നു വരുമ്പോൾ അത് അവരങ്ങനെ കറക്റ്റായിട്ട് അത് കൊണ്ടുവന്ന് അതൊക്കെ നമ്മളവിടെ യു ലേൺ. നമ്മൾ പഠിക്കുക, നമ്മളെ വഴിയിലേക്ക് പിന്നെ പോവുക. പിന്നെ നമ്മളും ഒരു പൊസിഷനിലെത്തി കഴിയുമ്പോൾ നമ്മളും കുറേ പുതിയ ആൾക്കാരായിട്ട് ചെയ്യും. അപ്പോൾ അവർ പഠിപ്പിച്ചെന്നായിരിക്കും നമ്മൾ അങ്ങോട്ടും പറയുന്നത്. തീർച്ചയായിട്ടും അത് കിട്ടും. സോ അതൊക്കെയാണ് വലിയ വലിയ എക്സ്പീരിയൻസ്. അതുപോലെ റിയാസ് ഖാൻ പിന്നെ മലയാളത്തിൽ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു വിശേഷം കൂടെ പറയാമോ? അങ്ങനെ വിശേഷം വെച്ചാൽ ഇൻ്റർവ്യൂ തികയോ? അല്ല നമുക്കതൊരു ചെയിൻ പോലെ പിന്നെ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോൾ വരാമോന്ന് 2 പടം പറയാം. ഈ December 12 ഒരു പടമുണ്ട്, ശ്രീ അയ്യപ്പൻ എന്ന് പറയും. ഓക്കെ, അത് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വൈറലായിട്ട് പോസ്റ്റർ ഞാൻ കണ്ടു. അതെന്ന് വെച്ചാൽ റിയൽ ലൊക്കേഷൻ എടുത്ത പടമാണ്. IB, CBI എല്ലാ ഡൽഹിയിൽ നിന്ന് ഏത് ഇൻഷലിപ്പെട്ടവരായാലും അന്വേഷണങ്ങൾ ആർക്കും വിട്ടു കൊടുക്കില്ല. ഞാൻ അവരെ തടഞ്ഞിരിക്കും. അളകിപ്പുറം അയ്യപ്പനെ കാണുമ്പോ ഈ അവരുടെ കാര്യം കൂടി പറഞ്ഞേക്കണേ. ഓ ശരി. ശബരിമലയിൽ എടുത്ത സിനിമയാണത്. ശബരിമലയിൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പെർമിഷൻ കിട്ടൂല, കിട്ടിയാലും കുറച്ച് സമയം കിട്ടുള്ളൂ. അങ്ങനെ എടുത്ത പടമാണ്. പക്ഷെ ആ പടം രാജസ്ഥാനിൽ നിന്ന് തുടങ്ങി മുംബൈയിലെത്തി, മുംബൈയിൽ നിന്ന് കേരളത്തിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ വന്ന് ആ ഗ്രാമത്തിൽ നിന്ന് ശബരിമല പോയി, അങ്ങനൊരു സിനിമയാണ്. ഞാനായിട്ട് പുറത്ത് പറയുന്നില്ല, ഡയറക്ടർ എനിക്ക് പെർമിഷൻ തന്നതുകൊണ്ട് ഞാൻ പറയാണ്. ഒരു ടെററിസ്റ്റ് ബേസ്ഡ് സിനിമയാണത്, വിത്ത് ശബരിമല. അങ്ങനെ ശബരിമല ആയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് അത് ടെററിസ്റ്റ് ശബരിമലയിനകത്ത് ടെററിസ്റ്റ് കയറുന്നുള്ള ഒരു ഇതിലാണ്. അത് December 12 റിലീസാണ്. പിന്നെ 18 പറഞ്ഞിട്ടുണ്ട്, അത് കൺഫേം ആണെങ്കിൽ ദിലീപ് അഭിനയിക്കുന്ന ബബ്ബ. അത് ശരി. അപ്പോൾ 2 പടമുണ്ട് December as it is. ഓക്കെ, ദിലീപുമായിട്ടുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? അയ്യോ, വർഷങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് സിനിമ തുടങ്ങുന്ന കാലം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വൈബ്രേഷൻ രണ്ടുപേർക്കും. ഒരുപാട് ദിലീപിന്റെ ഒരുപാട് സിനിമ എന്നല്ല, വെറുതെ എങ്ങനെ വിളിക്കും, ഒരു സീനൊക്കെ കാണുള്ളൂ. അല്ല റിയാസേ ഇതൊന്നും ഗസ്റ്റ് അപ്പിയറൻസ് കേട്ടോ, ഞാൻ വരും കേട്ടോ. ഒരു ദിവസം നോക്കിയപ്പോൾ ചെന്നൈയിൽ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഭയങ്കര ആൾക്കാർ. ഞാൻ ടെറസിൽ നോക്കിയപ്പോൾ ഷൂട്ടിംഗ് ആണല്ലോ പറഞ്ഞിരുന്നപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഫോൺ, നീ വീട്ടിൽ ഉണ്ടാ പറഞ്ഞ്. എൻ്റെ വീട്ടിൻ്റെ ബാക്കിലല്ലേ, അതാ ചോദിച്ചാൽ വീട്ടിൽ ഉണ്ടാന്ന്, ഇന്നും കൂടെ വാ, ഒരു ഷോട്ട് ഉണ്ട്. ഞാനിങ്ങനെ പെണ്ണുങ്ങളായിട്ട് വരും, നമ്മുടെ വരുമ്പോൾ ഒരു ചെറിയൊരു കോമഡി വീട്ടിൽ ചെയ്യാം. ശരി, അത് അങ്ങനെയാണ്. എല്ലാ സിനിമകൾ കുറേ ചെയ്തിട്ടുണ്ട് നമ്മൾ, എല്ലാം ഹിറ്റുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു സുഹൃത്ത് ബന്ധമല്ല, അതിനേക്കാളും അത് അങ്ങനത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. മറ്റേത് ചെയ്തില്ല ഞാൻ, എന്താണ്
കൊച്ചുരാജൊക്കെ സിനിമ അത് കഥയിലെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിട്ട് ഞാൻ ചെറിയ സാധനം പറയാം. ഓക്കെ. അപ്പൊ ഞാൻ ഒരു ആണും പെണ്ണായിട്ട് ഇതായിട്ട് ഒരു ഗേ ആയിട്ടൊന്നും ചെയ്തല്ലോ, മമത മോഹൻദാസ്. ഇത് അത് ഞാൻ വെറുതെ എയർപോർട്ടിൽ നിൽക്കായിരുന്നു, ഒരു തമിഴ് പടത്തിന് ഷൂട്ടിങ് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി എയർപോർട്ടിൽ. പുള്ളി വിളിച്ച് എവിടെയാണ് പറഞ്ഞ എയർപോർട്ടിൽ ചെന്നൈ പോകണം, തിരിച്ചു വാ. ഞാൻ തിരിച്ചുള്ള എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ പോകണമെന്ന് പറഞ്ഞു. തിരിച്ച് വണ്ടി ഞാൻ അയക്കാം തിരിച്ച് എയർപോർട്ടിൽ തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഈ ഒരു സാധനം ചെയ്യണം. ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ആർക്കും പിടികിട്ടിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ഗേ ചെയ്യുന്നു, പക്ഷെ എന്നെ അങ്ങനെ അവർ സങ്കല്പിച്ചിട്ടില്ല. പക്ഷെ പുള്ളിക്കറിയാൻ ചെയ്യുന്നു. ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കോപ്പറേറ്റീവ് കാണിക്കും. അപ്പോൾ പുള്ളിക്കറിയാൻ റിയാസ് ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് അങ്ങനെ സോ അതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതാണ് അതൊക്കെ. അതാണ് ബന്ധം എന്ന് ചോദിച്ചപ്പോൾ കുറേ ഉണ്ട് പറയാൻ, അതാണ് ഇങ്ങനെ പറഞ്ഞത്. ഈ ഉലക നായകനായ കമലഹാസനോടൊപ്പം ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിൽ എന്താണ്, എന്തെങ്കിലും നമുക്ക് എന്താണ് പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം പോസിറ്റീവേ ഉള്ളൂ, പോസിറ്റീവ് ഇല്ലാത്ത ഒന്നുമില്ല. എത്രയോ നടന്മാരുണ്ട്, എത്രയോ പുതിയ വരുന്ന ആൾക്കാരുണ്ട്, എത്രയോ പടത്തിൽ ഇങ്ങനെ കയറി വരുന്നവരുണ്ട്. അതൊക്കെ മാറ്റി വിട്ടിട്ട് പുള്ളി എന്നെ പിക്ക് ചെയ്തെടുത്തത്. ഇത് പുള്ളി പിക്ക് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ കിട്ടുന്ന. ഓക്കെ, അല്ല ഞാൻ അവിടെ പോയിട്ടൊന്നുമല്ല, ഇന്ന ആൾ ഇന്ന ചെയ്യണം, ഇയാളത് ചെയ്യും എന്ന് പുള്ളി ചൂസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വെറുതെ സാധാരണ ഒരു സിനിമ കമ്പനി വിളിക്കുന്ന പോലെ അല്ല. അവിടെ നിന്നൊരു ഫോൺ വരിക, ഫോൺ വരുമ്പോൾ സംസാരിക്കുക വരുമ്പോൾ ആ പുള്ളിയുടെ മെയിൻ ഒരാളെന്ന് പറയുക, വരുമ്പോൾ വീട്ടിലും വൈഫിനൊക്കെ വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വിളിക്കുന്ന പോലെ അല്ല അത്. വീട്ടിൽ നിന്ന് വൈഫായിട്ട് വരിക എന്ന് പറഞ്ഞാൽ വീട്ടിൽ വൈഫായിട്ട് വന്നിരുന്ന് ഞാൻ കമൽ സാറിൻ്റെ ഓഫീസിൽ വന്ന് ആ പടത്തിന് വന്ന് ഇരുന്നിട്ട് പുള്ളി 1 അവറിന് മുകളിൽ പടത്തിൻ്റെ കഥയും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. പുള്ളി വീട്ടുകാരെയും പറയാ, എൻ്റെ വീട്ടു വിശേഷം ചോദിക്കുക, അങ്ങനെ ഒരു ആവശ്യമില്ല. നമുക്ക് ഒരിക്കലും ഈ 2 പേരെ അടുത്ത് നമുക്ക് എത്താൻ പറ്റൂല. ഓക്കെ, പുള്ളി അങ്ങനെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് തരാണ്, ഇങ്ങനെ കയറി പൊയ്ക്കോ, ഫ്രീ ആക്കി ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കയറി പൊയ്ക്കുന്ന തരാണ് നമ്മൾ. അങ്ങനെ പറഞ്ഞ് പുള്ളി ആദ്യം തുടങ്ങിയ കാലമൊക്കെ ഒരു കാര്യമില്ല പറയാൻ വേണ്ടി നമ്മളിങ്ങനെ വണ്ടടിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് പുള്ളി കഥയിലേക്ക് കൊണ്ടുവന്ന് പുള്ളി ഇന്നാണ് ചെയ്യാനുള്ളത്, ഇതാണ് ചെയ്യാനുള്ളത്, മറ്റേ ചെയ്യാനുള്ളത്. സോ അങ്ങനെ തുടങ്ങിയ ബന്ധം. എൻ്റെ വൈഫ് പുള്ളിയായിട്ട് അഭിനയിച്ചു, അതിന് ഭയങ്കര അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മോൻ കമൽ സാറ് ബിഗ് ബോസ് ഇപ്പോൾ പോയി ചെയ്ത് അതിന് ഭയങ്കര പേര് കിട്ടി. എൻ്റെ ചെറിയ ഒരു കുഞ്ഞിനെ ഇത്രയും അടുപ്പ് ബന്ധമായി പോയി. അതേമാതിരി രജനി സാറ് ഇതേപോലെ തന്നെയാണ്. സോ ഇത്രയും പോയി. അപ്പോൾ നല്ല ബന്ധങ്ങൾ നമ്മൾ തന്നെ നിലനിർത്തുക, നമ്മളെ കുറിച്ച് മാറി അതും പോയി. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മമ്മൂക്കയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇതെല്ലാം വരുന്നത് എൻ്റെ ബാക്കിൽ എൻ്റെ അച്ഛനാണ്. അച്ഛൻ നസ്രുദ്ദീനൊക്കെ അറിയാം, ഹസൻ റഷീദ് എന്ന് പറയും. അവർ ഫിലിം പ്രൊഡ്യൂസേഴ്സാണ്. ഒരു 40-41 ഫിലിംസ് അവർ ചെയ്തിട്ടുണ്ട്. തിലകൻ സാറിൻ്റെ ഫസ്റ്റ് ഫിലിം അച്ഛൻ്റെ പടമാണ്, പെരിയാർ അച്ഛൻ്റെ പടമാണ്. സത്യൻ അന്തിക്കാടിൻ്റെ ഫസ്റ്റ് 3 പടം അച്ഛൻ്റെ പടമാണ്. കുറുക്കൻ്റെ കല്യാണം, മണ്ടന്മാർ ലണ്ടനിൽ, വെറുതെ ഒരു പണക്കം. സോ ഇത് സത്യൻ അന്തിക്കാടിൻ്റെ ഫസ്റ്റ് 3 ഫിലിംസും ഫാദറിനാണ്. ഇങ്ങനെ കുറേ ഉണ്ട്. അമേരിക്കയിൽ ആദ്യം എടുക്കുന്നത് ഞങ്ങളാണ്, ലാൽ അമേരിക്കയിൽ. അങ്ങനെ ഇഷ്ടംമാരെയുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ മമ്മൂട്ടി സാറ് എൻ്റെ ഫാദറിൻ്റെ നെക്സ്റ്റ് ബ്രദറുണ്ട്, 1.5 വയസ്സ് വ്യത്യാസമുള്ളൂ ബ്രദറുണ്ട്. അവർ 2 ഒരുമിച്ച് പഠിച്ച. അങ്ങനെ ഒരു കണക്ഷൻ കൂടെയുണ്ട് ലോ കോളേജിൽ അവരുണ്ട്. അപ്പോൾ എപ്പോഴും സാറിന്, മമ്മൂട്ടി സാറിന് ലത്തീഫിന് പോകുന്നില്ലേ, അങ്കളുടെ പേര് ലത്തീഫാണ്, ഫാദറിന് അനിയൻ്റെ പേര്, ഫസ്റ്റ് ബ്രദറിൻ്റെ പേര് ലത്തീഫാണ്. ലത്തീഫിന് മോനിലെ. അപ്പോൾ ഞാൻ പറയും സാർ റഷീദ്. ഓക്കെ ഓക്കെ, അത് ഇവർ ഒരുമിച്ച് ക്ലാസ്മേറ്റാണ്. പക്ഷേ മമ്മൂട്ടി സാർ എപ്പോൾ കണ്ടാലും എപ്പോൾ ചോദിക്കുന്നത് ഉമ്മ എങ്ങനെയുണ്ട്, സുഖമാണോ, കൊണ്ട് മോൻ്റെ കൂടെയാണോ താമസം, അതാണ് ചോദിച്ചത്. അതാ പറഞ്ഞ ഇത് സിനിമ കണക്റ്റ് അല്ല. ഹൗ ഇത് ഇവരെ, അതായത് അപ്പം നമ്മളും അതേപോലെയാണ്, ഞാൻ അതേപോലെയാണ്. അതേപോലെ നമ്മൾ വീട്ടുകാരെ അന്വേഷിക്കണം, വീട്ടല്ല ജോലിക്കാരെയും വേറെ. ജോലിയിൽ ആ ക്യാമറ 2 ക്യാരക്ടറാണ് ഈ ഇതല്ല വരുന്നത്. അത് വലിയൊരു, അതായത് അങ്ങനെയാണ് കുറേ ബന്ധങ്ങൾ എത്തിയത്. ഇപ്പൊ ഈ ബന്ധം പിന്നെ അങ്ങനെയല്ലേ. ഞാൻ പറയട്ടെ, ഇപ്പൊ പുള്ളി എന്നെ വിളിക്കുന്നു, ഞാൻ വരുന്നു, പുള്ളി എവിടെയോ ഒരു ജോലി സ്ഥലത്താണ്, പുള്ളി 2 പേരെ എന്നെ അയക്കുകയാണ് എയർപോർട്ടിൽ. ഇപ്പോൾ 2 പേരെ പിക്ക് ചെയ്യാൻ അയക്കും. ഞാൻ അവരെ കണ്ടിട്ട് പോലും ഇല്ല. ഒരാളുടെ പേര് ദീപക്, ഒരാളുടെ പേര് അൻവർ, കണ്ടിട്ട് പോലും ഇല്ല. ഈ അയക്കുന്ന 2 പേരും പുള്ളി ചൂസ് ചെയ്ത് അയക്കുന്നതാണ്. ആരെ വേണമെങ്കിലും അയക്കാം പുള്ളിക്ക്, വണ്ടി പോയിട്ട് എടുത്തിട്ടാന്ന് പറയാം. 2 പേരെ അയക്കണം. ആ 2 പേരും പുള്ളിയുടെ ഈക്വലായിട്ടാണ് ഇരിക്കുന്ന 2 പേരാണത്. തീർച്ചയായിട്ടും.
ആ സ്നേഹവും ബന്ധവും നല്ലത്. അങ്ങനെ അവർ വന്നവർ ഏറ്റവും നല്ല 2 പേര്. പിന്നെ പുള്ളി ഞാൻ എങ്ങനെയൊന്നും അന്വേഷിച്ചിട്ടില്ല. പക്ഷേ പുള്ളിക്കറിയാം അവർ 2 പേരും എന്നെ ശരിക്കും നോക്കിക്കോളൂ എന്നറിയാം. തീർച്ചയായിട്ടും അതുപോലെ അവർ 2 പേരും കംഫർട്ടായാണ് ഈ ദീപക്കും അൻവറും. അതേപോലെ അവർ 2 പേരും ഷൂട്ടിംഗ് പോയാൽ നമ്മളെ നോക്കുന്നത് നമ്മളെ മാനേജർമാരും ആ ഷൂട്ടിങ്ങിലെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരും അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റ് അവർ 2 പേരും എന്നെ അങ്ങനെ നോക്കണം. അതാണ് നമ്മുടെ നസീർ പെരുമ്പാവൂർ. എന്നുവെച്ചാൽ പുള്ളി 2 പേരും വെക്കുന്നത്. അവർ 2 പേരും പിന്നെ ലൈഫിൽ സോ അപ്പോൾ ഒരു 3 പേരായി. ഞാൻ അവരോട് പറഞ്ഞ ഇവിടെ ന്യൂസ് എത്തിക്കോളും, അഷീർക്കോട് പറഞ്ഞ അഷീർക്ക് അവർ മനോർ വന്നോളും അല്ലെങ്കിൽ ദീപക് വന്നോളും. അപ്പം ഞാൻ ദുബായിൽ നിന്ന് തിരിച്ചോടെ വന്നപ്പോൾ ദീപക് വന്ന എന്നെ വിളിച്ചോടെ പിക്കപ്പ് കൊണ്ടുവന്ന്. അത് അവർക്ക് പറയേണ്ട ആവശ്യമില്ല. അവർ സ്ക്രാപ്പും മറ്റേ ഇൻഡസ്ട്രിയലിസ്റ്റും ക്രൈനും വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഓടി എത്തണം സ്നേഹം ഉണ്ടാകും. അതെ, തീർച്ചയായിട്ടും ബന്ധങ്ങൾ അങ്ങനെയാണ് വരുന്നത്. തീർച്ചയായിട്ടും അവർ TV 24/7 കുറച്ച് സമയം അങ്ങ് തന്നതിൽ വളരെ സന്തോഷം. ഇത് വീണ്ടും നമ്മൾ അടുത്ത യാത്രകളിലും ഇതുപോലുള്ള നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പം ഇത്രയും നേരം നമ്മളുമായിട്ട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. അങ്ങോട്ട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാക്കിയെടുത്തത് പുള്ളിക്കാരനാണ്. ഓക്കെ, ഇൻ്റർവ്യൂക്ക് വന്നതും ഞാൻ അൻവറിൻ്റെ വണ്ടിയിലും ദീപകിൻ്റെ വണ്ടിയിലും. അതുകൊണ്ട് സോ അബുദാബിയിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ, ഇങ്ങനെ ഒരു ഹാപ്പി ഒരു നല്ല സമയത്ത് നാളെ ഞാൻ പോകും. അതിനും ഒരു ഇൻ്റർവ്യൂ കിട്ടി. അതിന് സന്തോഷം. വളരെ വളരെ നന്ദി.